നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ശ്രീഭദ്ര ജ്യോതിഷം ചാനലിലേക്ക് സ്വാഗതം. ഈശ്വരാനുഗ്രഹം കൊണ്ട് എല്ലാവരും നന്നായിട്ട് ഐശ്വര്യത്തോടെ മുന്നോട്ട് പോകുന്നു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും സന്തോഷവും സമാധാനവുമായിട്ട് ജീവിക്കാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും അച്ഛനമ്മമാർക്കും സഹോദരങ്ങൾക്കുമൊക്കെ എല്ലാവിധ ശ്രേയസ്സും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നേരത്തെ നക്ഷത്രങ്ങളൊക്കെ അയച്ചു തന്നവർക്ക് വേണ്ടിയിട്ട് ഇപ്പോഴും പ്രാർത്ഥനകൾ നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ജ്യോതിഷ താല്പര്യമുള്ള പരിചയക്കാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും അപേക്ഷിക്കുന്നു. ഇന്ന് നമുക്ക് 1199 മിഥുന മാസ ഫലങ്ങളുടെ കാര്യങ്ങളാണ് നോക്കാനുള്ളത്. അതായത് മിഥുന മാസത്തിലെ ഓരോ നക്ഷത്രക്കാർക്കും അനുഭവപ്പെടുന്ന സാമാന്യമായ ഫലങ്ങൾ അല്ലെ പൊതുവായ ഫലങ്ങൾ. അപ്പോൾ അത് നേരത്തെ പറഞ്ഞ ഫലങ്ങളുമായിട്ട് അല്പം കോൺഫ്ലിക്റ്റ് ഉണ്ടാകുമോ എന്ന് ചില സമയത്ത് തോന്നാം. കാരണം ചില നക്ഷത്രക്കാർക്ക് വലിയ ഭാഗ്യയോഗമുള്ള കാലമാണ്. കഴിഞ്ഞ വീഡിയോയിൽ അത് പറഞ്ഞിരുന്നു. പിന്നെ ചില നക്ഷത്രക്കാർക്ക് മാനസികമായിട്ട് അല്പം സമ്മർദ്ദം അനുഭവപ്പെടുന്ന കാലമാണത് പറഞ്ഞിരുന്നു. അപ്പോൾ ഈ നമ്മൾ ഒരു പ്രതിമാസ ഫലം പറയുമ്പം ഗ്രഹങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന രാശികൾ, ഗ്രഹങ്ങൾ ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന നക്ഷത്രങ്ങൾ, അതോടൊപ്പം തന്നെ ചന്ദ്രൻ്റെ ദൈനംദിന സഞ്ചാരം അതിനെ കൂടെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ മാസഫലം ക്രമീകരിക്കുന്നത്. ചന്ദ്രൻ 2.25 ദിവസം വീതം ഓരോ നക്ഷത്രത്തിൽ കൂടെ സഞ്ചരിച്ച് ഒരു ചക്രം പൂർത്തിയാക്കുന്നു. അപ്പോൾ അതുകൂടെ ചേർത്താണ് നമുക്ക് മാസഫലം പറയാൻ കഴിയുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് പ്രത്യേകമായിട്ട് നോക്കുന്നതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ഫലങ്ങളുമായിട്ട് നേരിയ വ്യത്യാസം വരുന്നത്. പൊതുഫലങ്ങളെല്ലാം ഏകദേശം ഒരുപോലെ ഇരിക്കും. അല്പസ്വല്പം വ്യത്യാസങ്ങൾ ഈ ചന്ദ്രൻ്റെ ചലനങ്ങൾ കൊണ്ട് നമ്മൾ മാസത്തിലെ ദിവസങ്ങൾ മുന്നോട്ട് നീങ്ങുന്നതനുസരിച്ച് ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. അപ്പോൾ നമുക്ക് ഓരോരോ ഫലങ്ങളായിട്ട് നോക്കാം. ഈ വീഡിയോയിൽ അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി ഈ 4 നക്ഷത്രക്കാരുടെ ഫലങ്ങൾ നമുക്കൊന്ന് നോക്കാം. സാമാന്യ ഫലങ്ങളാണ് പറയുന്നത്. അപ്പം ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതി നോക്കുമ്പോൾ ആദിത്യൻ ഇപ്പോഴ് ഇടവ രാശിയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. മിഥുനം 1-ാം തീയതി മിഥുനം രാശിയിലേക്ക് സംക്രമിക്കും. മിഥുനം രാശിയിൽ ഇപ്പോഴ് ബുധനും ശുക്രനും സഞ്ചരിക്കുന്നുണ്ട്. മേടം രാശിയിൽ ചൊവ്വ സഞ്ചരിക്കുന്നുണ്ട്. രാഹു മീനം രാശിയിലും കേതു കന്നി രാശിയിലുമാണ്. ശനിയാണെങ്കിൽ കുംഭൻ രാശിയിൽ മൂലത്രികോണ ക്ഷേത്രത്തിൽ സഞ്ചരിക്കുന്നു. അപ്പോൾ ശനിക്ക് താമസിയാതെ വക്രം ആരംഭിക്കുകയും ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് ഗ്രഹനിലകൾ. പിന്നെ നമുക്ക് എന്താണ് നോക്കാനുള്ളത്? ബുധന് ഒരു മൗഢ്യാവസ്ഥയും ഇതിനിടയ്ക്ക് വരുന്നുണ്ട്. ബുധൻ മിഥുനം 15 വരെ മിഥുനൻ രാശിയിലുണ്ട്. അത് കഴിഞ്ഞിട്ട് കർക്കിടകൻ രാശിയിലേക്ക് സഞ്ചരിക്കും. ശുക്രൻ മിഥുനം 22 വരെ മിഥുനൻ രാശിയിലും അതിനുശേഷം കർക്കിടകൻ രാശിയിലേക്ക് സംക്രമിക്കുകയും ചെയ്യും. അപ്പോൾ ഇതെല്ലാം കൂടെ കണക്കാക്കിയാണ് നമ്മൾ പറയുന്നത്. വ്യാഴത്തിനും ശനിക്കും ഈ മാസം രാശിമാറ്റമൊന്നുമില്ല. രാഹുകേതുക്കൾക്കും മാറ്റമില്ല. സഞ്ചാരമുണ്ട്. രാഹുകേതുക്കൾ പുറകോട്ടാണ് സഞ്ചരിക്കുന്നതെങ്കിലും കാര്യമായ വ്യത്യാസം വരുന്നില്ല. ആദ്യം നമുക്ക് അശ്വതി നക്ഷത്രക്കാരുടെ മാസഫലം നോക്കാം. മിഥുന മാസഫലം നോക്കാം. ഇപ്പോൾ സൂര്യൻ്റെ സ്ഥിതി കൊണ്ടും മറ്റ് ഗ്രഹങ്ങളുടെ സ്ഥിതി കൊണ്ടും ഔദ്യോഗിക കാര്യങ്ങളിൽ ഗുണകരമായ അവസ്ഥ ഉണ്ടാകും. ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് സ്ഥലമാറ്റം ലഭിക്കാൻ സാധ്യതയുള്ളൊരു സമയമാണ് ഈ മാസം. അതിന് താല്പര്യമുള്ളവരൊന്ന് അപേക്ഷിച്ച് നോക്കുക. ഈ മാസം അത് ലഭിക്കാൻ സാധ്യതയുണ്ട് അശ്വതി നക്ഷത്രക്കാർക്ക്. അധികാരികൾക്ക് നല്ല ഒരടുപ്പവും ഒരു പ്രീതിയും നമ്മുടെ പ്രവൃത്തികൾ അംഗീകരിക്കുന്ന ഒരു മാനസികാവസ്ഥയൊക്കെ വന്നെത്തുന്ന ഒരു മാസമാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് സ്ഥലമാറ്റത്തിന് ശ്രമിക്കാവുന്നതാണ്. തടസ്സങ്ങളെ നല്ലൊരു പരിധിവരെ മറികടക്കാനായിട്ട് സാധിക്കും. എതിർപ്പുകളൊക്കെ ഒന്ന് കെട്ടടങ്ങുന്ന സമയവുമാണ്. അപ്പോൾ ഈ സംഘടനാ പ്രവർത്തനം ഒക്കെ പരമായിട്ട് സംഘടനാ പ്രവർത്തന ആയിട്ട് സംബന്ധിച്ച് എന്തെങ്കിലും തർക്കങ്ങളും ഒരു ബുദ്ധിമുട്ടും ഒക്കെ അനുഭവപ്പെടുന്ന ആൾക്കാർക്ക് ഈ ചൊവ്വയുടെ നക്ഷത്ര സഞ്ചാരം അനുകൂലമായിട്ട് വരുന്ന ഒരു സമയമാണ് അശ്വതി നക്ഷത്രക്കാർക്ക്. അതായത് അശ്വതിയിൽ നിന്ന് മാറുന്നു ചൊവ്വ. അതുകൊണ്ട് തന്നെ അശ്വതിക്കാർക്ക് സംഘർഷങ്ങൾ കുറയുകയും മേലധികാരികളുടെ പ്രീതി, സഹപ്രവർത്തകരുടെ സഹകരണം ഒക്കെ കിട്ടും. അതുകൊണ്ട് തന്നെ സ്ഥലം മാറ്റം ഇഷ്ട സ്ഥലത്തേക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട്. ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്.
മറ്റ് ആൾക്കാരെ സംബന്ധിച്ച്, സാധാരണ ജീവിതം നയിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് അവരുടെയും ധാരാളം തടസ്സങ്ങൾ ഇതുകൊണ്ട് മാറിക്കിട്ടും. തടസ്സം എന്ന് ഉദ്ദേശിക്കുന്നത് ചൊവ്വ ഉണ്ടാക്കുന്ന തടസ്സം എങ്ങനെയാണ്? സംഘർഷം കൊണ്ടും പരസ്പര വിശ്വാസക്കുറവ്, അല്ലെങ്കിൽ ഒരു വഴക്കിൻ്റെ രീതി, പറയുന്ന വാക്കുകൾ മുറിവേൽപ്പിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് സാധാരണ ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഒരു മാറ്റം ഉണ്ടാകും. എങ്കിലും ചൊവ്വ ഒരു വലിയ ദോഷകാരിയല്ല. സ്വക്ഷേത്ര ബലവാനായിട്ട് നിൽക്കുന്നത് കൊണ്ട് ചൊവ്വ ദോഷകാരിയല്ല. എങ്കിലും ജന്മനക്ഷത്രത്തിൽ നിന്ന് മാറുന്നത് കൊണ്ടുള്ള ഒരു ഗുണം ലഭിക്കും. പിരിമുറുക്കങ്ങളൊക്കെ കുറയും. കുടുംബ ബന്ധങ്ങളിൽ നേരത്തെ ഉണ്ടായിരുന്ന പല തർക്കങ്ങൾക്കും കുറവ് വരും. നമ്മൾ പറയുന്ന വാക്കുകൾ അംഗീകരിക്കപ്പെടും എന്ന് പറഞ്ഞാൽ കുടുംബക്കാരും നമ്മുടെ സഹപ്രവർത്തകരും ഒക്കെ നമ്മൾ പറയുന്ന അഭിപ്രായങ്ങൾ അംഗീകരിക്കും. പിന്നെ കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഗുണകരമാണ്. സ്റ്റേജ് ഷോ ഒക്കെ ചെയ്യുന്നവർക്ക് ഗുണകരമായ ഒരു മാസമാണ്. പൊതുവെ ഈശ്വരാധീനം ലഭിക്കുന്ന ഒരു കാലമാണ്. നന്നായിട്ട് പരിശ്രമിക്കേണ്ടി വരുമെങ്കിൽ പോലും ആ പരിശ്രമങ്ങൾക്ക് ഫലം കിട്ടുന്ന ഒരു മാസമാണ് ഈ മിഥുനമാസം. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല മികവ് പുലർത്താൻ സാധിക്കും. ഉപരിപഠനത്തിന് ശ്രമിക്കുന്ന ആളുകൾ, അശ്വതി നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾ, ഈ മാസം നല്ല കോഴ്സുകൾക്കൊന്ന് അപ്ലൈ ചെയ്ത് നോക്കുക, കിട്ടാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പല കോഴ്സുകൾക്കും അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യതയുണ്ട്. പൊതുവെയുള്ള ഗ്രഹനില ഈ മേടക്കൂറിൽപ്പെടുന്ന അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് അനുകൂലമാണ്. അവരുടെ രാശിനാഥൻ ആ രാശിയിൽ തന്നെ സഞ്ചരിക്കുന്നു, എന്നാൽ നക്ഷത്രത്തിൽ നിന്ന് മാറുകയും ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് ആ ദോഷഫലങ്ങൾ നന്നായിട്ട് മറികടന്ന് ചൊവ്വയ്ക്കൊരു ഇതുണ്ടല്ലോ, പിടിച്ചെടുക്കുന്ന ഒരു ശക്തിയുണ്ടല്ലോ, അത് ഉപയോഗിക്കാനും സാധിക്കും. സാമൂഹിക രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരം ലഭിക്കും, പൊതുജനങ്ങളിൽ നിന്നും പിന്തുണ ലഭിക്കും. അതുപോലെ തന്നെ ഈ ലേഖനങ്ങളൊക്കെ എഴുതുന്നവർക്ക് അത് ശ്രദ്ധിക്കപ്പെടും. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും നല്ല രീതിയിൽ ശ്രദ്ധ കിട്ടുന്ന കാര്യങ്ങളിൽ അവർ ഏർപ്പെടും, നല്ല രീതിയിൽ. അങ്ങനെ അവരുടെ കരിയറിൽ മെച്ചപ്പെട്ട അവസരങ്ങൾ ഉണ്ടാകും. ഉദ്യോഗസ്ഥർക്കും അതുപോലെ തന്നെ മറ്റ് രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ മേഖലകളിലൊക്കെ ആണെങ്കിലും നമ്മുടെ പ്രത്യേക കണ്ടുപിടുത്തങ്ങൾ അല്ലെങ്കിൽ പുതിയ ആശയങ്ങൾ അംഗീകരിക്കപ്പെടും. അങ്ങനെ നമ്മൾ ചെയ്യുന്ന പരിശ്രമത്തിന് ഫലപ്രാപ്തി കിട്ടുന്ന ഒരു മാസമാണ്. അപ്പം നല്ല ഈശ്വര പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോവുക. സൂര്യദേവനെ പ്രാർത്ഥിക്കുക, ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുക. ഏതൊരു കാര്യം ചെയ്യുന്നതിന് മുമ്പും ഗണപതി ഭഗവാന് ഒരു നെയ്വിളക്ക് തെളിയിക്കുക, അല്ലെങ്കിൽ ഒരു അർച്ചന നടത്തിയിട്ട് പോകാനായിട്ട് അശ്വതിക്കാർ ശ്രദ്ധിക്കുക. അപ്പോൾ അവർക്കെല്ലാം നല്ല അനുഭവങ്ങളാണ് കൂടുതലായിട്ട് ഉണ്ടാകാൻ സാധ്യത. അടുത്തത് ഭരണി നക്ഷത്രമാണ്. മിഥുന മാസത്തിൽ ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഗുണവും ദോഷവും കുറേശ്ശെ അനുഭവപ്പെടും. ഗുണദോഷ സമ്മിശ്രം എന്നാണ് പറയാൻ കഴിയുന്നത്. ഈ ഭരണി നക്ഷത്രത്തിൻ്റെ നാഥൻ, നക്ഷത്ര ദശാനാഥൻ എന്ന് പറയുന്നത് ശുക്രനാണ്. ശുക്രനെ സംബന്ധിച്ച് മൗഢ്യാവസ്ഥയാണ്. അത് കുറേ ദിവസങ്ങൾ നീണ്ടു നിൽക്കും. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഭരണി നക്ഷത്രക്കാർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ദോഷകരമൊന്നുമല്ല, കാരണം രാശിനാഥൻ രാശിയിൽ തന്നെയുണ്ട്, സ്വക്ഷേത്ര ബലവാനായിട്ട് ചൊവ്വ. എന്നാൽ നക്ഷത്ര ദശാനാഥനായ ശുക്രന് മൗഢ്യാവസ്ഥയും ഉണ്ട്. ശുക്രനൊക്കെ നല്ല ശുഭഗ്രഹമാണല്ലോ, ഒരുപാട് ഐശ്വര്യങ്ങൾ തരുന്ന ഗ്രഹമല്ലേ. മൗഢ്യാവസ്ഥ വരുന്നത് കൊണ്ടുള്ള കുറച്ച് ബുദ്ധിമുട്ട് വരും. പിന്നെ ചൊവ്വ ഭരണി നക്ഷത്രത്തിലേക്കാണ് കടക്കാൻ പോകുന്നത്. മിഥുനം 5-ാം തീയതി ആകുമ്പോൾ ഭരണി നക്ഷത്രത്തിലേക്ക് വരും. അതുകൊണ്ട് ഒരല്പം മാനസിക സംഘർഷം ഉണ്ടാക്കുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ടാകാം. വലിയ തോതിലല്ലെങ്കിൽ പോലും അതൊക്കെ മറികടക്കാൻ സാധിക്കും. പക്ഷെ പെട്ടെന്ന് നമുക്ക് അതുവരെ ഉണ്ടായിരുന്ന ഒരു സമാധാനത്തിനൊരു ഭംഗം വന്നതായിട്ട്, ചെറിയൊരു ബ്രേക്ക് വന്നതായിട്ട് അനുഭവപ്പെടും. അപ്പോൾ അത് ഉണ്ടാകുമ്പോൾ മനസ്സിലാക്കുക, മിഥുനം 5 ആ ദിവസങ്ങൾക്കടുത്ത് നമുക്ക് എന്തെങ്കിലും സ്ട്രെസ്സ് കൂടുകയാണെങ്കിൽ ഇതാണ് കാരണം എന്നുള്ളത് മനസ്സിലാക്കുക. പെട്ടെന്ന് പ്രതികരിക്കുന്ന ഒരു രീതി ആ സമയത്ത് ഉണ്ടാകും. ഈ ചൊവ്വയെ സംബന്ധിച്ചറിയാവില്ല, കലഹത്തിന് പ്രേരണ കൊടുക്കുന്ന ഒരു ഗ്രഹമാണ് ചൊവ്വ. ചൊവ്വ എന്ന് പറഞ്ഞാൽ ചൊവ്വ ഗ്രഹം ആകാശത്ത് ഇരുന്നുകൊണ്ട് കലഹം ഉണ്ടാക്കുമല്ല, അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എലമെൻ്റ് നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിച്ചാണ് നമ്മളെ കൊണ്ട് കലഹം ഉണ്ടാക്കിക്കുന്നത്. അതേസമയത്ത് സൂര്യൻ അനുകൂലമായിട്ടാണ് വരുന്നത്. സൂര്യൻ്റെ അനുകൂലമായ രാശിമാറ്റം വളരെ ഗുണകരമായിട്ട് അവർക്ക് അനുഭവപ്പെടും. ഔദ്യോഗിക രംഗത്ത് വളരെ നല്ല രീതിയിൽ പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കും. മേലധികാരികളുടെയൊക്കെ പ്രശംസ പിടിച്ചു പറ്റാനായിട്ട് സാധിക്കും. ഏറ്റെടുത്ത ദൗത്യങ്ങൾ കൃത്യസമയത്ത് ഭംഗിയായിട്ട് പൂർത്തീകരിക്കാൻ സാധിക്കും. എപ്പോഴും ഒരു പോസിറ്റീവ് വൈബോട് കൂടി എല്ലായിടത്തും നമ്മുടെ കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. രാഷ്ട്രീയ പ്രവർത്തനത്തിലാണെങ്കിൽ ധാരാളം അനുയായികളെയൊക്കെ ലഭിക്കും.
എന്ന് പറഞ്ഞാൽ നമ്മുടെ ആശയങ്ങൾ അംഗീകരിക്കപ്പെടുകയും അനുയായികളെ ലഭിക്കുകയും ചെയ്യും. എതിരാളികളിൽ നിന്നും ചില പ്രവർത്തനങ്ങൾ, മനസ്സിനെ സമ്മർദ്ദത്തിലാക്കുന്ന കുറച്ച് പ്രവർത്തനങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നേരത്തെ പറഞ്ഞല്ലോ, ചൊവ്വയുടെ ആ ഭരണി നക്ഷത്രത്തിലേക്കുള്ള മാറ്റം കൊണ്ട് എതിരാളികളുടെ പ്രവർത്തനങ്ങൾ ഉണ്ടാകും. പക്ഷെ അതിനെ നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. രാഷ്ട്രീയത്തിൽ അതൊക്കെ സാധാരണമാണ്. നമ്മൾ നല്ല രീതിയിൽ തന്നെ പ്രതികരിക്കുക. പെട്ടെന്ന് പ്രതികരിക്കുന്ന ആ സ്വഭാവം ഉണ്ടല്ലോ, അതേ നാണയത്തിൽ പ്രതികരിക്കുക എന്നുള്ളതല്ല. മാന്യമായ രീതിയിൽ നമ്മളുടെ ആ സ്റ്റാറ്റസ് നിലനിർത്തിക്കൊണ്ടുള്ള ഒരു പ്രതികരണം മതി. വീട്ടിലും ഈ പറഞ്ഞ പോലെ ചെറിയ തെറ്റിദ്ധാരണ അല്ലെങ്കിൽ സ്വസ്ഥത കുറവൊക്കെ അനുഭവപ്പെടാം. പങ്കാളിയുമായിട്ടോ മക്കളുമായിട്ടോ സഹോദരങ്ങളുമായിട്ടോ ഒക്കെ ചെറിയ ചെറിയ തർക്കങ്ങളൊക്കെ ഉണ്ടാകാം. അതൊക്കെ ഈ നക്ഷത്രത്തിലേക്ക്, ഭരണ നക്ഷത്രത്തിലേക്ക് ചൊവ്വ നീങ്ങുമ്പോഴുണ്ടാകുന്ന ചെറിയ കാര്യങ്ങളാണ്. വലിയ തോതിലൊന്നും ഈ പ്രശ്നം ഉണ്ടാവില്ല. വിവാഹ കാര്യങ്ങളിൽ അല്പം താമസം വന്നാലും തീരുമാനം ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു മാസമാണ് മിഥുനമാസം. ഔദ്യോഗിക രംഗവുമായിട്ട് ബന്ധപ്പെട്ട യാത്രകൾ ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ വിദേശ യാത്രയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക്, പ്രത്യേകിച്ച് പുറത്തുപോയി പഠിക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസിന്, വിദ്യാർത്ഥികൾക്ക് ഈ മാസം അതിന് സാധിക്കുന്ന ഒരു സമയമാണ്. ഭരണി നക്ഷത്രക്കാർ ദേവീക്ഷേത്രത്തിൽ വഴിപാടുകൾ ചെയ്യേണ്ടതാണ്. അർച്ചനയോ എന്തെങ്കിലും വഴിപാടുകൾ ചെയ്യേണ്ടതാണ്. കടുംപായസം, അങ്ങനെ ഓരോ ഉദ്ദേശം നടപ്പാക്കാനായിട്ട് ഓരോരോ വഴിപാടുകളുണ്ട്. ഈ വഴിപാട് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സവിടെ അർപ്പിക്കുക എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനം. അതിന് എന്തെങ്കിലും ഒരു ദ്രവ്യം, നമ്മുടെ പഴയ ഭാരതത്തിലെ സിസ്റ്റം അനുസരിച്ച് ഈശ്വരനെ കാണാൻ പോകുമ്പോഴും ഗുരുവിനെ കാണാൻ പോകുമ്പോഴും കുഞ്ഞുങ്ങളെ, ശിശുക്കളെ കാണാൻ പോകുമ്പോഴും അച്ഛനമ്മമാരെയോ പ്രായമായവരെ കാണാൻ പോകുമ്പോഴും ഗുരുക്കന്മാരെ കാണാൻ പോകുമ്പോഴും ഒന്നും വെറും കൈയോടെ പോകരുത് എന്നൊരു നിയമമുണ്ട്. അല്ലെങ്കിൽ അങ്ങനെയാണ് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമാണ്. ഈശ്വരനെയും ഗുരുവിനെയും മാതാപിതാക്കളെയും കുഞ്ഞുങ്ങളെയും ഒക്കെ, പ്രായമായവരെയൊക്കെ കാണാൻ പോകുമ്പോൾ എന്തെങ്കിലും ഒരു ദ്രവ്യം സമർപ്പിക്കണം, അവർക്ക് നൽകണം എന്നൊരു കാര്യമുണ്ട്. അതിൻ്റെ ആ സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഈശ്വരന് നമ്മൾ സമർപ്പിക്കുന്നു, നമ്മളാൽ കഴിയുന്ന ഒരു കാര്യം സമർപ്പിക്കുന്നു എന്നുള്ള രീതിയിലാണ് വഴിപാട്. അല്ലാതെ അവിടെ പൂജിക്കുന്ന ആളിന് പൈസ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതല്ല വഴിപാട് എന്ന പദത്തിൻ്റെ അർത്ഥം. അപ്പം ഈ കൂട്ടത്തിൽ പറഞ്ഞു പോയി എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഭരണി നക്ഷത്രക്കാർക്ക് ദേവി ക്ഷേത്രത്തിൽ വഴിപാട് ചെയ്യുക. അതുപോലെ കുടുംബ ക്ഷേത്രം, ദേവീക്ഷേത്രമാണെങ്കിൽ അവർ പ്രത്യേകമായിട്ട് ആ ക്ഷേത്രത്തിൽ കൂടെ വഴിപാട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ജോലി ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ അറ്റൻഡ് ചെയ്യുന്ന ഇൻ്റർവ്യൂകളിലും ടെസ്റ്റുകളിലുമൊക്കെ അവർ ക്വാളിഫൈ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അവർക്ക് ആ ജോലി ലഭിക്കാനായിട്ട് ലിസ്റ്റിലൊക്കെ ഉൾപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നന്നായിട്ട് പഠിച്ചിട്ട് മാത്രം എഴുതുക. ദേവിയെ പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രം എല്ലാ കാര്യങ്ങളും ചെയ്യുക. അടുത്തത് കാർത്തിക നക്ഷത്രക്കാരാണ്. കാർത്തിക നക്ഷത്രക്കാർക്ക് വ്യക്തിപരമായിട്ട് കുറേയേറെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും മിഥുനമാസത്തിൽ. എങ്കിലും പലപ്പോഴും ഒരു തൃപ്തി കാണുകയില്ല. എന്തെല്ലാം നമുക്ക് ലഭിച്ചാലും തൃപ്തിയില്ലാത്ത ഒരു മാനസികാവസ്ഥയായിരിക്കും കാർത്തിക നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്നത്. രാഷ്ട്രീയത്തിൽ വളരെ വ്യത്യസ്തമായ നിലപാടുകൾ എടുക്കുകയും അതുമൂലം അവർ ഉൾപ്പെടുന്ന ആ പാർട്ടിയിൽ നിന്ന് തന്നെ പലപ്പോഴും എതിർപ്പ് നേരിടേണ്ടി വരുന്ന അവസ്ഥയും ഉണ്ടാകാൻ ഇടയുണ്ട്. ഈ രാഷ്ട്രീയ ബന്ധങ്ങളിലുള്ള വിള്ളലുകൾ സുഹൃത്ത് ബന്ധങ്ങളെയും ചിലപ്പം ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ മനസ്സിനെ ഒന്ന് പാകപ്പെടുത്തുക. വലിയ തോതിലുള്ള സംഘർഷത്തിലേക്കൊന്നും പോകാതെ അഭിപ്രായങ്ങളൊന്ന് മിതപ്പെടുത്തി പ്രകടിപ്പിക്കുക എന്നുള്ളത് ശ്രദ്ധിക്കുക. ബിസിനസ്സിൽ അല്പം ലാഭം കുറയുന്ന ഒരു കാലമാണ്. ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു റിട്ടേൺ ബിസിനസ്സിൽ നിന്ന് കിട്ടാൻ സാധ്യതയില്ല. എങ്കിലും തീരെ മോശമാകുകയില്ല ഒരിക്കലും. കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ച് ദോഷകരമായ കാര്യമല്ല. കാരണം എന്താണെന്നറിയോ, അവർക്ക് ധനയോഗത്തിന് സാധ്യതയുള്ള ഒരു കാലം തന്നെയാണ്. ഉദ്ദേശിക്കുന്ന രീതിയിൽ എന്ന് പറഞ്ഞാൽ ചില ബിസിനസ്സുകളിൽ നമ്മൾ ഓർക്കുമല്ലോ, ഇത്ര ലക്ഷം രൂപ നമുക്ക് ലാഭം ഇതിൽ നിന്ന് കിട്ടും എന്ന് നമ്മൾ ഉദ്ദേശിച്ചാൽ ചിലപ്പോൾ അത്രയും തന്നെ കിട്ടണമെന്നില്ല. അത് അത്രയേ ഉള്ളൂ, അല്ല നഷ്ടം വരും എന്നുള്ളതല്ല. കാരണം നമ്മൾ ഈ ശുക്രൻ്റെയും ചൊവ്വയുടെയും എല്ലാ സ്ഥിതി കൊണ്ട് നമുക്ക് കുറേ കാര്യങ്ങൾ നമ്മളിലേക്ക് എത്തിച്ച് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു കാലമാണ്. ബുധനും ശുക്രനും മിഥുനൻ രാശിയിൽ സഞ്ചരിക്കുകയാണ്. മൗഢ്യം ഉള്ളത് കൊണ്ടാണ് ശുക്രന് പൂർണ്ണ ഫലം നൽകാൻ കഴിയാത്തത്. അതുപോലെ ഇടവൻ രാശിയിൽ വ്യാഴമുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ പല പല ഗുണങ്ങൾ അനുഭവപ്പെടും. കാർത്തിക 2 കൂറിലായിട്ടാണല്ലോ വരുന്നത്, മേടക്കൂറിലും ഇടവക്കൂറിലുമായിട്ടാണ് വരുന്നത്. അപ്പോൾ അവർക്ക് ഈ ജന്മവ്യാഴത്തിൻ്റെ ചില പ്രയാസങ്ങൾ ഉണ്ടായാൽ പോലും അവർക്ക് വേറെ ചില രീതികളിൽ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകും. പാരമ്പര്യമായിട്ട് ചെയ്തു പോരുന്ന തൊഴിലുകൾ മുഖേന സാമ്പത്തിക നേട്ടം ഉണ്ടാകും. ഇപ്പോൾ വ്യാപാരത്തിൻ്റെ ബ്രാഞ്ച് ഒന്ന് തുടങ്ങാനായിട്ട് അല്ലെങ്കിൽ വ്യാപാരം കൂടുതൽ വ്യാപിപ്പിക്കുന്നതിന്
അത്ര അനുകൂലം ആകണമെന്നില്ല മിഥുനമാസം. എന്നാൽ കാർഷിക ആദായം ലഭിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ചിട്ടി, ഇൻഷുറൻസ്, നേരത്തെ എടുത്ത ഷെയറുകൾ, നേരത്തെ വാങ്ങിച്ചു വെച്ച സ്വർണം, വെള്ളി തുടങ്ങിയവയിൽ നിന്നൊക്കെ നല്ല ലാഭം കിട്ടാൻ സാധ്യതയുള്ള ഒരു കാലഘട്ടമാണ്. പുതിയൊരു വീട് വെച്ച് മാറാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ മക്കളുടെ കൂട്ടത്തിൽ മക്കളുടെ വീട്ടിലേക്കോ അല്ലെങ്കിൽ പ്രായമായ അച്ഛനമ്മമാരുടെ കൂടെ പോയി നിൽക്കുകയോ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു വ്യത്യാസം, ഇപ്പോൾ ഉള്ള താമസ സൗകര്യത്തിൽ ഒരല്പം വ്യത്യാസം വരുത്താൻ സാധ്യതയുള്ളൊരു മാസമാണ് മിഥുനമാസം. ഒന്നിലേറെ മാർഗങ്ങളിൽ ധനം വന്നു ചേരാനുള്ള യോഗം കാർത്തിക നക്ഷത്രക്കാർക്കുണ്ട്. അപ്പം ഇപ്പോൾ ചെയ്യുന്ന പ്രധാന ജോലിയുടെ കൂട്ടത്തിൽ മറ്റെന്തെങ്കിലും കൺസൾട്ടൻസി പോലെയോ എന്തെങ്കിലും അല്ലെങ്കിൽ ട്യൂഷൻ എടുക്കുകയോ അങ്ങനെ എന്തെങ്കിലും ഒരു മാർഗത്തിലൂടെ ധനം വന്നു ചേരാനുള്ള സാധ്യത ഉണ്ട്. അല്ലെ പാർട്ട് ടൈം ജോലി ചെയ്യുന്നതിലൂടെയോ അല്ലെങ്കിൽ ഈ നമ്മൾ ഫുഡ് കൊടുക്കുമല്ലോ, സൊമാറ്റോ, സ്വിഗ്ഗി തുടങ്ങിയ കാര്യങ്ങളൊക്കെ പാർട്ട് ടൈമായിട്ട് ആൾക്കാർ ചെയ്യുന്നുണ്ടല്ലോ, അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു മാർഗം തുറന്നു വരും. ഒരു ഏജൻസിയോ എന്തെങ്കിലും രീതിയിൽ അഡീഷണൽ വരുമാനം കിട്ടുന്ന ഒരു മാർഗം കാർത്തിക നക്ഷത്രക്കാർക്ക് ഉണ്ടാകാൻ ഇടയുണ്ട് മിഥുനമാസത്തിൽ. അപ്പോൾ അങ്ങനെ ഒരു അവസരം വന്നാൽ നല്ല രീതിയിൽ അത് കൈകാര്യം ചെയ്യുക. അടുത്തത് രോഹിണി നക്ഷത്രമാണ്. രോഹിണി നക്ഷത്രത്തിൽ കൂടെയാണ് വ്യാഴം സഞ്ചരിക്കുന്നത്. അപ്പോൾ ജന്മവ്യാഴമാണ് രോഹിണി നക്ഷത്രക്കാർക്ക്. അതുകൊണ്ട് തന്നെ കുറച്ച് മാനസിക സമ്മർദ്ദം അനുഭവപ്പെടും. ജന്മവ്യാഴം എന്ന് പറയുന്നത് അത്ര ഗുണകരമായ സമയമല്ല. എങ്കിലും രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ബുധശുക്രന്മാരുടെ മാറ്റവും സൂര്യൻ്റെ മാറ്റവും ഒക്കെ അനുകൂലമായിട്ട് വരുന്നതാണ്. ഈ വ്യാഴത്തിൻ്റെ ഒരു പ്രശ്നം കൊണ്ടുണ്ടാകുന്നത് നമുക്ക് തീരുമാനം എടുക്കാനായിട്ട് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാകും. അതാണോ ശരി, ഇതാണോ ശരി, അത് ചെയ്താൽ ശരിയാകുമോ, ഇത് ചെയ്താൽ ശരിയാകുമോ, അങ്ങനെ ഈ ജോലി വിട്ടിട്ട് മറ്റൊന്നിന് ചേരണോ, അല്ലെങ്കിൽ ഒരു പ്രശ്നം വന്നു നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്ത് തീരുമാനം എടുക്കണം, എടുത്താൽ എന്താണ് സംഭവിക്കുക, ഇങ്ങനെയുള്ള കുറേ ആശങ്കകൾ, അതുപോലെ തീരുമാനം എടുക്കാനുള്ള ഒരു കാലതാമസം എന്ന് പറഞ്ഞാൽ ഒരു സംശയം, ഞാൻ എടുത്താൽ ശരിയാകുമോ എന്നുള്ളൊരു സംശയം. ഇതാണ് രോഹിണി നക്ഷത്രക്കാർക്ക് ഈ മിഥുനമാസത്തിൽ നേരിടാനിടയുള്ള ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത്. എന്നാൽ അവർക്ക് പല രീതിയിൽ ഗുണകരമായ അവസ്ഥയാണ്. അവർക്ക് ധനപരമായിട്ടൊക്കെ വളരെ ഗുണമുള്ള ഒരു കാലഘട്ടവുമാണ്. അവർക്ക് സംഭാഷണം പോലും അവർക്ക് പണമാക്കി മാറ്റാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ അവർ വളരെ വിദഗ്ധമായിട്ട് സെയിൽസിലൊക്കെ പ്രവർത്തിക്കുന്ന രോഹിണി നക്ഷത്രക്കാരാണെങ്കിൽ അവർക്ക് ഉൽപ്പന്നങ്ങളൊക്കെ വിറ്റഴിക്കാനും, ഇപ്പോൾ കാറൊക്കെ സെയില്, അതുപോലെ ഫ്ലാറ്റിൻ്റെ സെയില്, ഇതൊക്കെ അവർക്ക് വളരെ വേഗത്തിൽ ചെയ്യാൻ സാധിക്കും. മറ്റുള്ളവരെ നമുക്ക് എല്ലാ കാര്യങ്ങളും ബോധ്യപ്പെടുത്തി നമ്മളുടെ വ്യാപാരം വർദ്ധിപ്പിക്കാൻ സാധിക്കുന്ന ഒരു കാലമാണ്. ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് ശരാശരി വരുമാനങ്ങൾ ലഭിക്കും. അവരുടെ പെർഫോമൻസും ശരാശരിയായിരിക്കും. ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും വരാനിടയില്ല. അവർക്ക് പൊതുവെ ഗുണകരമാണ്. അതുപോലെ എന്നാൽ വീടും വസ്തുവൊക്കെ സംബന്ധിച്ചുള്ള, അതുപോലെ പൂർവിക സ്വത്ത് സംബന്ധിച്ചൊക്കെ കുറച്ച് തർക്കങ്ങൾ ഉണ്ടാകാൻ മിഥുനമാസത്തിൽ ഇടയുണ്ട്, രോഹിണിയുടെ പൊതുഫലം പറഞ്ഞാൽ. അതുപോലെ തന്നെ ഉദ്യോഗ രംഗവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നമ്മൾ വ്യാപാരം ചെയ്യുന്ന മേഖലയായിട്ട് ബന്ധപ്പെട്ട് യാത്രകൾക്ക് സാധ്യതയുണ്ട്. ബന്ധുക്കളുടെ പിന്തുണ ലഭിക്കുന്നതാണ്. സുഹൃത്തുക്കളുടെ പിന്തുണയും സഹപ്രവർത്തകരുടെ പിന്തുണയൊക്കെ പല കാര്യങ്ങളിലും ലഭിക്കും. സാമ്പത്തികമായിട്ടും പിന്തുണ ലഭിക്കാൻ ഇടയുള്ള കാലഘട്ടമാണ്. മക്കളുടെ വിവാഹമൊക്കെ നടക്കാനിടയുള്ള സമയമാണ്, അല്ലെങ്കിൽ വിവാഹകാര്യത്തിൽ തീരുമാനമാകാനിടയുള്ള സമയമാണ്. ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടാൻ സാധ്യതയുമുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് രോഹിണി നക്ഷത്രക്കാരുടെ മിഥുനമാസത്തെ പൊതുഫലമായിട്ട് പറയാനുള്ളത്. എന്നാൽ മിഥുനമാസത്തിൽ രോഹിണി നക്ഷത്രക്കാർക്ക് വളരെ ഭാഗ്യമുള്ള, ധനപരമായിട്ട് ഭാഗ്യം പെട്ടെന്നുണ്ടാകാൻ ഇടയുള്ള ഒരു മാസമാണ്. അതുകൂടെ ഓർത്തിരിക്കുക. അതായത് ജാതകത്തിൽ ജനിച്ച സമയത്ത് ഗ്രഹങ്ങൾ അനുകൂല സ്ഥാനത്താണെങ്കിൽ ഭാഗ്യ നറുക്കെടുപ്പുകളിലൊക്കെ വിജയമുണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി ഈ 4 നക്ഷത്രങ്ങളുടെ മിഥുനമാസത്തെ സാമാന്യ ഫലം എന്ന് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അപേക്ഷിക്കുന്നു. നിങ്ങളെല്ലാം പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോവുക. കാർത്തിക നക്ഷത്രക്കാർ സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിക്കുക, പഞ്ചാമൃതം പോലുള്ള വഴിപാടുകൾ ചെയ്യുക. അതോടൊപ്പം തന്നെ ദേവീക്ഷേത്രത്തിൽ പ്രാർത്ഥന നടത്തുന്നതും നല്ലതാണ്. സുബ്രഹ്മണ്യ സ്വാമിയുടെ ക്ഷേത്രം, അതുപോലെ ആരോഗ്യ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മഹാദേവൻ്റെ ക്ഷേത്രത്തിലും കൂടെ ദർശനം നടത്തുക. രോഹിണി നക്ഷത്രക്കാർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. തുളസിമാല സമർപ്പിക്കുക, താമരമൊട്ട് സമർപ്പിക്കുക. ബുധനാഴ്ച ദിവസം കഴിയുമെങ്കിൽ പോയി ഒരു നെയ്വിളക്ക് കത്തിക്കുക, നെയ്വിളക്ക് തെളിയിക്കുക. അപ്പം അങ്ങനെയുള്ള എന്തെങ്കിലും
വഴിപാടുകൾ നിങ്ങൾ ചെയ്യുക. അതിലൂടെ മനസ്സമാധാനവും ഒരു പുതിയ ഊർജവും നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ആർക്കും ഈ 4 നക്ഷത്രക്കാർക്കും ഗുണകരമായ അവസ്ഥ തന്നെയാണ്. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈശ്വര പ്രാർത്ഥനയോടെ മുന്നോട്ട് പോയാൽ മതി. ഒന്നുകൂടെ പറയുന്നു, ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ, എല്ലാവർക്കും നേട്ടങ്ങൾ ഉണ്ടാകട്ടെ. ഭാഗ്യക്കുറിയൊക്കെ എടുക്കുന്ന ആൾക്കാർക്ക് അത് ലഭിക്കാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. അർഹതയുള്ള എല്ലാവർക്കും ഈ പ്രപഞ്ചം നൽകുന്ന എല്ലാ ആനുകൂല്യങ്ങളും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.